നമസ്കാരം. കോയമ്പത്തൂർ മരുതമലയിൽ ഒരു സുഖമില്ലാതെ കിടക്കുന്ന ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ചികിത്സിക്കുന്നു. ആ അമ്മയുടെ അടുത്ത് കളിച്ചുകൊണ്ട് അമ്മയുടെ ആ ഒരു കിടപ്പിൽ വേദനയോടെയാണെങ്കിലും അമ്മയുടെ അടുത്തു നിന്ന് മാറാതെ ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയാനയുടെ വാർത്തയും ദൃശ്യങ്ങളും ഇന്നലെ മറുനാടൻ സംപ്രേഷണം ചെയ്തിരുന്നു. ആ അമ്മയാനയ്ക്ക് സുഖമായിരിക്കുന്നു. അമ്മയാന എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ ചെറിയ ക്രെയിനിൻ്റെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. ഒരാഴ്ച കൂടി ആ ഒരു സപ്പോർട്ട് വേണ്ടിവരും. അതിനുശേഷം ആന സമ്പൂർണ്ണമായും സുഖമായി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഡോക്ടർമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും എത്തിയിട്ടുണ്ട്. അമ്മയാനയുടെ അടുത്ത് കുട്ടിയാന ചേർന്ന് നിൽക്കുന്നു, പാൽ കുടിക്കുന്നു, ഓടിക്കളിക്കുന്നു. രണ്ടുപേർക്കും സന്തോഷമായി. മൃഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ, പ്രത്യേകിച്ചും ഒരു മാതാവും ഒരു മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ടാണ് മറുനാടൻ ഈ വാർത്ത കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. എന്തായാലും അമ്മയാനയ്ക്ക് സുഖമായിരിക്കുന്നു. അമ്മയാന സാധാരണ ജീവിതത്തിലേക്ക് വൈകാതെ തന്നെ പ്രവേശിക്കും. കഴിഞ്ഞ ദിവസം അമ്മയാനെ ചികിത്സിക്കുന്ന ആ ഒരവസരത്തിൽ അടുത്തുനിന്ന് മാറാതെ നിന്ന കുട്ടിയാന ഡോക്ടർമാർക്കും വെറ്റിനറി ഉദ്യോഗസ്ഥർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവസാനം ഈ കുട്ടിയാനെ നിർബന്ധപൂർവ്വം അമ്മയുടെ അടുത്തുനിന്ന് മാറ്റിയിട്ടാണ് ഈ അമ്മയാനയുടെ ചികിത്സ നടത്തിയത് എന്നാണ് അവിടുന്നുള്ള നമ്മുടെ ഒരു മാധ്യമ സുഹൃത്ത് അറിയിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് തന്നത്. അപ്പോൾ ഏതായാലും സുഖമായിരിക്കുന്നു, വളരെ സന്തോഷമായിരിക്കുന്നു എല്ലാവർക്കും. ഇത് കാണുന്നവർക്കും ഈ വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടവർക്കുമൊക്കെ സന്തോഷിക്കാവുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അമ്മയാനയുടെ വയ്യായികകളൊക്കെ മാറി വരുന്നു. വീണ്ടും അമ്മയും മകനും ചേർന്നുള്ള ആ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു.